വഖഫ് വിഷയം ഉപതെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച് കോൺഗ്രസും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുൻപ് തീർക്കാവുന്ന വിഷയമായിരുന്നു മുൻപത്തേതെന്നും സംഘപരിവാറിന് മുതലെടുക്കാനായി സർക്കാർ വിഷയം നീട്ടിക്കൊണ്ടുപോയെന്നും വി ഡി സതീശൻ ആരോപിച്ചു. അപകടകരമായ രാഷ്ട്രീയം CPM കളിക്കുകയാണ്. ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പരിഹരിക്കണമായിരുന്നുവെന്ന്. ഈ നിലപാട് എപ്പോൾ മുതലാണ്? ഈ വിഷയം ഉണ്ടായതെപ്പോഴാണ്? ഉണ്ടായപ്പോൾ തന്നെ പരിഹരിക്കണമായിരുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നത് ഏതർത്ഥത്തിലാണ്? UDFന്റെ നോമിനിയായി വഖഫ് ബോർഡ് ചെയർമാനായ റഷീദ് അലി തങ്ങളാണ് ഈ പ്രോപ്പർട്ടിയെ വഖഫ് പ്രോപ്പർട്ടിയായി രജിസ്റ്റർ ചെയ്തത്. ആ പ്രഖ്യാപനം ഉണ്ടായത് അതിനും ഒരു പതിറ്റാണ്ട് മുമ്പ് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയതാണ്. അക്കാലത്ത് LDFന്റെ പ്രതിനിധിയായി വഖഫ് ബോർഡ് ചെയർമാനായ KV അബ്ദുൽ ഖാദറിന്റെ കാലത്ത് അത് നടപ്പാക്കാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. UDFന്റെ നോമിനിയായ റഷീദ് അലി തങ്ങൾ ഇരുന്നപ്പോഴാണ് വഖഫ് ബോർഡ് തീരുമാനമെടുത്തത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ സർക്കാർ വന്നതിന് ശേഷം റവന്യൂ മന്ത്രി മുൻപത്തെ ആളുകളെ കേൾക്കുകയും അതനുസരിച്ച് അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി താൽക്കാലികമായി നൽകുകയും ചെയ്തപ്പോൾ അതിനെതിരെ നിയമസഭയിൽ പ്രതികരിച്ചതാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം. അന്ന് KP മജീദ് നിയമസഭയിലോട്ട് സബ്മിഷൻ കൊണ്ടുവന്നത് ഇപ്പോഴും പൊതുരേഖയുടെ ഭാഗമാണ്. അങ്ങനെ ഈ വിഷയത്തിൽ മുൻപത്തെ ഭൂ ഉടമകൾക്കെതിരായി നിലപാടെടുത്ത നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് പണ്ടേ തീർക്കേണ്ട വിഷയമായിരുന്നു എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. 12/12/2022 കേരള നിയമസഭ KP മജീദിന്റെ പ്രസംഗം. വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നിരിക്കെ അനധികൃത കുടിയേറ്റക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്ന നടപടിയാണ് മുൻപത്തെ സർക്കാർ എടുക്കുന്നത്. അദ്ദേഹം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക്, മുൻപത്തെ ആളുകളെ കയ്യേറ്റക്കാർ എന്നാണ് UDF നിയമസഭയിൽ വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം നൽകിയത്. ഇത് നിയമലംഘനമാണ്. 12/12/2022 അതായത് ഈ നിയമസഭയുടെ കാലയളവിൽ UDF സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിച്ച് പ്രസംഗിച്ച കാര്യമാണിത്. ഇപ്പൊ പിന്നെ ഞങ്ങൾ മുൻപത്തെ കൈവശാവകാശത്തിനൊപ്പമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മുൻപത്തെ വിഷയമാണല്ലോ നിങ്ങൾ രാഷ്ട്രീയമായി ഏറ്റവും അധികം ശക്തമായി ഉയർത്തിയത്. മുൻപത്തെ വിഷയത്തിൽ ഇന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അവരോട് ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു യോഗം മുഖ്യമന്ത്രി ഓഫർ ചെയ്തിട്ടുണ്ട്. കൺവിൻസ്ഡ് ആണ്. അതായത് മുൻപത്തെ ആർക്കാണോ പ്രശ്നം ആ വിഭാഗം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരാണ്. ആ നിലയ്ക്ക് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫർ അവിടെ ആശങ്കാകുലരായിരിക്കുന്ന ആളുകൾക്ക് സ്വീകാര്യമാണ് എന്നിരിക്കെ ഇതിന്റെ രാഷ്ട്രീയം നിർത്തണ്ടേ?